കോവിഡിന് ശേഷം നമുക്ക് കൂടി വന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുവാൻ ദൈവം നൽകിയ ഒരു നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യണം. I praise and thank God that God gave us the opportunity to gather and to do this after the COVID time. എന്താണ് ക്രിസ്മസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. What is Christmas? We all know about it. 2022 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യജാതനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ, അന്ന് ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയോടൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവർ. Long time back, 2022 years ago, at that time when Jesus was being born, that time the people under the law, they were hoping for a new thing to come. ലൂക്കോസ് സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ഇരുട്ടിലിരുന്ന ജനം ഒരു വെളിച്ചം കാണുന്നതിന് വേണ്ടി അവർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. In the Gospel of Luke, we see that the people who were living in darkness, they were hoping for a great light. എന്താണ് ഇരുട്ടെന്നുള്ള കാര്യം നമുക്കറിയാം. We know what is the meaning of darkness. 400 വർഷം പ്രവാചക ശബ്ദങ്ങൾ നിറച്ചു, അല്ലെങ്കിൽ 400 വർഷത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു റിവൈവൽ കാണുവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും റിവൈവൽ കാണുവാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. Because the darkness was, the people were living in darkness means there were no prophetic messages for 400 years. എല്ലാ മനുഷ്യനും ഡ്രൈവ് ചെയ്യുന്ന ഒരു ഹോപ്പ് ഉണ്ട്. ആ ഹോപ്പ് അവിടെ നഷ്ടപ്പെട്ടു പോയി. Because every person has hope in their life and that hope was lost. യെരുശലേമിലാട്ടെ യഹൂദയിലാട്ടെ എല്ലാ സ്ഥലത്തും പൊളിറ്റിക്കലി കറപ്റ്റഡ് ആണ്. എല്ലാ രീതിയിലും മനുഷ്യരുടെ അശാന്തിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ. In Jerusalem, in Judea and all the places in Israel, the people were going without hope. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, എവിടെ നിന്ന് ഒരു ഡെലിവറൻസ് കടന്നു വരും. And people were searching from everywhere where the deliverance will come. ഒരു ജീവിതത്തിൽ ഒരു അർത്ഥം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം എങ്ങനെ കണ്ടെത്താൻ കഴിയും? How can we find happiness in this life? അതിങ്ങനെ മനുഷ്യൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം അല്ലെങ്കിൽ ജനറേഷൻ ഇങ്ങനെ കഴിഞ്ഞ അടുത്ത ജനറേഷനിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സദ്വർത്തമാനത്തിന്റെ കാര്യം വെളിപ്പെട്ട് വരുന്നത്. And as the people were searching for the good news, and that's when they heard the good tidings. ശിമോൻ ഈ വാക്ക് പറയുമ്പോൾ ഇരുട്ടിലിരുന്ന ആ ജനം വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു അർത്ഥം കണ്ടുപിടിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാണ്. We see that when it says the people living in darkness found a great light, means they found a great meaning in their. യേശുവിന്റെ ജനനം അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കടന്നു വരത്തക്കോണം ഒരു വലിയ മാറ്റം നസ്രയത്തിലും ഇസ്രായേലിലും ഒക്കെ സംഭവിക്കുകയുണ്ടായി. But we see that there was a great change in the place of Nazareth and in Israel, the birth of Jesus. ഏത് കാര്യത്തിന്റെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ എടുക്കാൻ കുറെ സമയമെടുക്കും. When something happens, the effect of it takes some time. ഒത്തിരി പേര് യേശുവിന്റെ ജനനത്തെ പറ്റി അന്നത്തെ കാലഘട്ടത്തിൽ അവരാരും മൈൻഡ് ചെയ്തില്ല, അവരാരും നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. At that time when Jesus was being born, it was not like a great thing. എന്നാൽ അവിടെയും ഇവിടെയും യേശുവിനെ ശ്രദ്ധിക്കുന്ന, യേശുവിനെ മനസ്സിലാക്കുന്ന, പ്രവചന ശബ്ദം കേട്ട അല്ലെങ്കിൽ വാക്യത്തെ നോക്കിയിരുന്ന ആളുകൾ ഇത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. But here and there were some group of people who really watched and hoped for this birth of the Savior. ആദ്യമായിട്ട് അവർ യേശുവിനെ വാച്ച് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ 12ാമത്തെ വയസ്സിൽ യേശു നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യം കേട്ടിട്ട് ഇവന്റെ വായിൽ നിന്ന് വരുന്ന സംസാരം ഇത് ഒരു അസാധാരണമായ കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ യേശുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. And we see a group of people watching him for the first time when he was 12 years old, Jesus teaching the people in the temple of God. പിന്നെ അത് കഴിഞ്ഞ ഒരു വലിയ സൈലന്റ് ആണ്. And then we see it is a great silent period. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കേൾക്കാമെങ്കിലും പക്ഷേ ഒരു സൈലന്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്ക് കടന്നു വരികയാണ്. And then we see that it was silence for some time. ആ ബ്രേക്ക് കഴിഞ്ഞ് ഒരു വലിയ സ്പീഡ് മൂവ്മെന്റാ യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. And then we see after a period of silence we see Jesus coming. അടുത്ത 3 വർഷം കൊണ്ട് ഈ മിഷൻ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. That he is coming into the ministry for the next 3.5 years. ആ 3.5 വർഷം കംപ്ലീറ്റ് മിഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, and after Jesus completed his ministry for 3.5 years, ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറാൻ തുടങ്ങി. and then the darkness that was in the man's heart started to go. അന്ന് യേശുവിനെ കണ്ടവർക്ക് അല്ലെങ്കിൽ അറിഞ്ഞവർക്ക് മാത്രമാണ്, യേശുവിനെ ഡയറക്റ്റ് കണ്ടവർക്കും കേട്ടവർക്കൊക്കെ മാത്രമാണ് സൗഖ്യവും വിടുതലും ഒക്കെ നടന്നെങ്കിലും, at that time only those who really knew him or touched him, for them only they got the deliverance or the healing. എന്നാൽ അതിന് ശേഷമാണ് വലിയ മൂവ്മെന്റുകളിലേക്ക് ഇത് മാറാൻ തുടങ്ങിയത്. But then after that we see there were many movements that come about. യേശു വന്നതിന്റെ ദൗത്യം എന്താണെന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി. After that only the people understood why Jesus came into the earth. ആ ദൗത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ യേശുവിന് നിയോഗമുണ്ടായി. And then
we see Jesus appointing disciples to spread this news. ആദ്യം ശിഷ്യന്മാരിൽ നിന്ന്, It's first from the disciples, അതിനുശേഷം വിശ്വസിച്ചവരിൽ നിന്ന്, and then to those who believed, അതിനുശേഷം ഇന്ന് നമ്മളിൽ കൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. and then through each and every one of us God's work is being revealed. ഇന്നും അത് നിന്നിട്ടില്ല. And God's work has not stopped. സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. God's work is still continuing. പരസ്പരം സഹായിക്കാനോ സഹകരിക്കാനോ കഴിയാതിരുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യേശു വന്നു കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ സുവിശേഷം എവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുവാനിട തീർന്നു. The people who couldn't care for each other or share with each other, when Jesus came into their hearts, they started to be kind and share with each other. ഇത്രയേറെ ചാരിറ്റി വർക്കുകൾ നടക്കുന്നത് എവിടെന്ന് അറിയാമോ? Do you know from where all this charity work happens? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ചാരിറ്റി പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? Have we heard about any charity work 2000 years ago? ഒന്നും കേട്ടിട്ടില്ല നമ്മൾ. We haven't heard. എവിടെയൊക്കെ കേൾക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ യേശുവിന്റെ ആ വരവാണ് ഇരുട്ടിനെ ലോകത്തിൽ നിന്ന് മാറ്റിയത്. The coming of Jesus, that took the darkness from this world. അതിന്റെ റിഫ്ലക്ഷൻ വിവിധ രീതിയിലാണ്. ഡിഫറെന്റ്, നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തായിട്ടാണ് ഈ റിഫ്ലക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. And this after effects of Jesus coming, that is happening in different areas in this world. ആ റിഫ്ലക്ഷനെ വിവിധ രീതിയിൽ കൂടെ ഹാൻഡ് ഓവർ ചെയ്യാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. And to handle the good effects of the coming of Jesus, God has seen each and every one of us to do the work of God. ആ സുവിശേഷത്തിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. And everything is included in that gospel. വെളിയിൽ നിൽക്കുന്ന ആ മനുഷ്യരോട് യേശു പറയാണ്, എന്നെ നിങ്ങൾ അവന് വേണ്ടി ഒരു കൈ കൊടുക്കുന്നതാണ് എന്നെ സ്നേഹിക്കുന്നത് കാണുന്നത്. When you give something or share something with a person outside, that is how you prove to me that you are loving me. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഏത് കാര്യമാണെങ്കിലും, ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനായിട്ട് കൈകൾ കൊടുക്കുവാൻ, സ്റ്റെപ്പ് എടുക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. Whatever God has given to us, may the Lord help us and strengthen us, give us grace to help each other and share with others. ഇന്ന് വൈകുന്നേരം നമ്മൾ പോയപ്പോൾ ഒരു വലിയ കാര്യം എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. When we all went outside, I don't know how many of you noticed. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ട് നമ്മൾ പോയത്. We went with all our children. എന്തിനാ പോയെന്ന് അറിയാമോ? Why did we go? അടുത്ത ഒരു കാര്യം അവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. Because we are giving them as something we are giving to the next generation. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് യേശുവിനെ പറ്റി പറയാൻ ഏതൊക്കെ മീഡിയകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ പോയി പോയ പാട്ടിലായിരിക്കും, ചിലപ്പോൾ ഒരു വാക്യം പറഞ്ഞിട്ടായിരിക്കും. ഇവിടെ മാത്രമല്ല, നമ്മിൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. We took our children so that we are conveying a great news to our children that this is important to spread the gospel of Jesus. ഇത് തന്നെയാണ് നമ്മുടെ കൂടെ പഠിക്കുന്നവരോടും കാണുന്നവരോടൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. This is what we should do with those people who we study with and with those people who we work with. ഇരുട്ടിലിരിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. God has seen each and every one of us to be a light to the people in the dark. ഒരുപക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കത്തില്ല ദൈവം നമ്മളെ കൊണ്ട് ഉപയോഗിക്കുന്നത്. Maybe it's not the way that we expect that God will use it. വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ സർക്കംസ്റ്റാൻസസിലും ആയിരിക്കും അതൊക്കെ സംഭവിക്കുന്നത്. Because God will work in different ways in different circumstances. പേടി കൂടാതെ ലജ്ജ കൂടാതെ ഒക്കെ ചെയ്യുക. Let us do it without any shame or without any fear. ഈ ക്രിസ്മസിലും ഈ സീസണിലും നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ യേശുവിനെ ഉയർത്തുവാനും യേശുവിന്റെ സൗരഭ്യം പരത്തുവാനും ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. And in this season may the Lord give us more grace so that we can lift the name of Jesus higher. മറ്റുള്ളവർ ചെയ്തതുപോലെയല്ല, ഒരു വ്യത്യസ്തമായ രീതിയിൽ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, സൗരഭ്യവാസന തിരുവാൻ നിങ്ങളെ ഓരോരുത്തർ ദൈവം അനുഗ്രഹിക്കട്ടെ. ബലപ്പെടുത്തി പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord help us to be more useful for him and to glorify his name, and I would like to conclude my words.